15 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല പ്രവർത്തനം നമ്മുടെ സംഘടനയിൽ ഇതുവരെയായി നമ്മുടെ സംഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2011 മുതൽ ഓരോ ജില്ലകളിലും ജില്ലാ യൂണിറ്റുകൾ ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും അതേ തുടർന്ന് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് അതിൻ്റെ ശക്തി പകരുന്നതിനായി ഓരോ ജില്ലകളിലും വിവിധ യൂണിറ്റുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച 6 യൂണിറ്റുകളിൽ ഒരു യൂണിറ്റാണ് നമ്മുടെ കാസർഗോഡ് യൂണിറ്റ്. നമ്മുടെ കാസർഗോഡ് യൂണിറ്റ് ആരംഭിച്ചത് 2018 മാർച്ച് മാസം 8-ാം തീയതിയാണ്. അത് നമ്മുടെ പ്രഥമ പ്രസിഡന്റ് ശ്രീ രവീന്ദ്ര സാറായിരുന്നു അതിൻ്റെ പ്രഥമ പ്രസിഡന്റ്. അപ്പോൾ നമ്മുടെ സംഘടന ഇതുവരെ നേട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് എടുത്തു പറയാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസിൽ സർവീസിൽ നിന്ന് റിമൂവലായി പോയ ഇത്രയും 32 എല്ലാവർക്കും തന്നെ വളരെ നല്ല അറിവുണ്ടാവുമെങ്കിൽ കൂടിയും അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം സംഘടനയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ അവസരത്തെ സ്മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വ്യക്തപരമായിട്ട് കണ്ട് ഇന്നിവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്ക് മുമ്പോട്ട് പോകാനുള്ള വേദി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ 2012 ഗഫൂർ സാറ് സാധാരണ ബിന്ദു ജ്വല്ലറിയുടെ മുകളിലാണ് കൂടിക്കൊണ്ടായിരുന്നു. അദ്ദേഹം സ്വമേധയാ നമുക്ക് വേണ്ട സ്ഥലം നൽകുന്നു. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുവാണ്. അവിടെ താൽക്കാലികമായി ഒരു ബോർവെൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ ശ്രമമാണ്. അതിൻ്റെ ശ്രമം തീർച്ചയായും വിജയിക്കുമെന്ന് വിചാരിക്കും. ഒരഭിപ്രായം രേഖപ്പെടുത്താനുണ്ട്. അത് പറഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാത്തിലും ചർച്ചയുള്ളത് ഉദ്ഘാടനത്തിനായി ശ്രീ ബാലകൃഷ്ണ സാറിനെ ക്ഷണിക്കുന്നു. പറയുന്നതും പ്രസിഡന്റായി പിന്നീട് കറങ്ങേണ്ടി വന്നിട്ടില്ല. നല്ല നിലയിൽ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങളെ ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുള്ള എൻ്റെ ഓഫീസ് സ്റ്റാഫ്, പ്രത്യേകിച്ച് ജില്ലാ ഓഫീസ് സ്റ്റാഫ്, അതിനൊക്കെ ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. ഇന്നെൻ്റെ അനുജൻ്റെ മകൻ്റെ ഒരു കല്യാണം വർഷം കാസർഗോഡ് പോലീസുകാരനും ഹെഡ് കോൺസ്റ്റബിൾ മുതൽ SI ആയി റിട്ടയർ ചെയ്യുന്നവരെയുള്ള കാലം കാസർഗോഡും ഈ പരിസരങ്ങളിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് ഈ ഹോളടക്കമുള്ള അല്ലെങ്കിൽ ഈ പരിസരം അടക്കമുള്ള ഓരോ മണ്ഡലിക്കും നമ്മളെയൊക്കെ പരിചിതമാണ്. ഇന്ന് ഞാൻ തീരെ സുഖമില്ലാന്ന് പനി പിടിച്ചിരിക്കുകയാണ്. വരാൻ ബുദ്ധിമുട്ടിയതെന്നാണ്. പക്ഷേ സെക്രട്ടേറിയറ്റ് നിർബന്ധം കൊണ്ട് വരാതിരിക്കാന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ള അത്യാഗ്രഹം, ആഗ്രഹമല്ല അത്യാഗ്രഹം. അപ്പം എൻ്റെ രോഗം തൽക്കാലം മാറി പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, സന്തോഷം. അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രവർത്തനമൊക്കെ അവസാനിച്ചു. ഏതായാലും കുറച്ച് പൈസ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് വളരാനോ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ റിട്ടയർ ചെയ്ത പദവി നോക്കാതെ മനുഷ്യാവകാശത്തിനനുസരിച്ചുള്ള അവകാശങ്ങൾ സംരക്ഷിച്ച് കൊണ്ടുപോയി അവർക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരാൻ ആ സംഘടന കഴിയാതെ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ 2005 നമ്മളൊക്കെ തന്നെ പോലീസുകാർക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും തല്ലുകൊള്ളി ഏറുകൊള്ളി എന്ത് പ്രശ്നങ്ങൾക്കും ചാടി വീണൊക്കെ പ്രവർത്തിച്ച ആൾക്കാർ. നല്ല സമയം കൊണ്ട് ഞാൻ ഒരു വിശ്വാസിയാണ്. എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആളുമാണ്. എവിടെയെങ്കിലും കുഴിയിൽ പോയി വിടാൻ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകും പലപ്പോഴും. അങ്ങനെയാണ് ഇങ്ങനെ വളർന്നു വന്നത്. പല പോലീസ് ഉദ്യോഗസ്ഥരുടെ നല്ല ഉപദേശങ്ങളും അവരുടെ നല്ല പ്രവർത്തനങ്ങളും അവരുടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരോടൊക്കെ സൗകര്യപ്പെട്ട് പോയതുകൊണ്ട് പോലീസുകാരനോടും ഓഫീസർമാരോടും ഒക്കെ മെച്ചപ്പെട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റും. അതെനിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ഏതായാലും റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്കന്മാർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർവീസിലുണ്ടാകുന്ന ആൾക്കാർ ഒന്നിച്ച് തന്നെയാണ് നമ്മൾ ഹൈപ്പെട്രോൾ പോയതും പാറാവ് നിന്നും മറ്റു അടിപിടി കൊണ്ടുപോയി ശവമാന്തിയും കൊണ്ടുപോയതൊക്കെ നമ്മൾ ഒന്നിച്ചായിരുന്നെങ്കിൽ പോലും നമ്മൾ തമ്മിലുള്ള ആ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ പോലും റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു ആവശ്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ പോലീസുകാരുടെ പരിഗണന കിട്ടിയില്ല. പരിവേദനം വളരെ വലുതായിരുന്നു. വളരെ വിഷമായിരുന്നു. ശമ്പളമൊക്കെ കുറവായിരുന്നു. 2004 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ കിട്ടുന്നവരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം തുച്ഛമാണ്. 1979 പോലീസ് 30 അവകാശ രേഖയിൽ പറഞ്ഞ ഒരു പ്രധാന ആവശ്യം ശമ്പളം മെച്ചപ്പെടുത്തുക എന്നുള്ളതിൻ്റെ പരിഹാരം വന്നത് അത് രൂപീകരിച്ച് 25 വർഷം കഴിഞ്ഞ് 2004 ശമ്പള പരിഷ്കരണത്തിന് മാത്രം. അപ്പോൾ കുറച്ച് വെച്ചിട്ട്
എന്നിരുന്നാൽ തന്നെ ഒരു എഡ്ജിലെത്തിയ പല ആളുകൾ നല്ല നന്നായി പ്രവർത്തിച്ചെന്ന് എഡ്ജിലെത്തിയ പിന്നീടുണ്ടായ ശമ്പള പരിഷ്കരണങ്ങളൊക്കെ ഏതാണ്ട് മറ്റ് സർക്കാർ ജീവനക്കാരോടൊപ്പം തന്നെ പോലീസിനെ കാണാൻ സ്ഥിരീകരിക്കേണ്ട ആവശ്യം ഏതായാലും ഇപ്പോൾ മോശമല്ല സ്ഥിരീകരിക്കാൻ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭംഗിയായി കുടുംബജീവിതം നയിക്കാൻ മറ്റാവശ്യങ്ങൾ ദുർവിനിയോഗം ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ സാമ്പത്തികമായി നന്നായി ജീവിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ ക്യാൻറ്റീനൊക്കെ വലിയ കാര്യമാണ്. ക്യാൻറ്റീനിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു സർക്കാർ ജീവനക്കാരൻ എന്നോട് പറഞ്ഞത് ഇതുപോലെ സാധനങ്ങൾ വാങ്ങി ടൗണിലൊക്കെ സാധനം വാങ്ങി ജീവിച്ചു എന്നാണ് നിങ്ങൾക്ക് ശമ്പള പരിഷ്കരണം കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ക്യാൻറ്റീനിലെ സൗകര്യം 10,000 രൂപയോളം സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം കിട്ടും. അത് മെച്ചപ്പെട്ടാണ്. ഇപ്പോൾ ക്യാൻറ്റീൻ ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നല്ലതാണ്, മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ഈ പോലീസ് സേനയിൽ നിന്ന് ഈ സൗകര്യം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന, അതായത് നമ്മൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് ഏതാണോ നമ്മളുടെ അപ്പായിരിക്കുക പറഞ്ഞു, ജില്ലാ പോലീസ് മേധാവിയാകട്ടെ, DIG ആകട്ടെ, IGP ആകട്ടെ, DGP ആകട്ടെ, ആ പദവിക്കനുസരിച്ചുള്ള ഉദ്യോഗസ്ഥനൊരു താമരപത്രം നമ്മൾ ഈ താമരപത്രം നിങ്ങൾക്ക് പിന്നീടുണ്ടായ അനുഭവം ആ കത്തിൻ്റെ കടലാസിൻ്റെ വില പോലെ പിന്നീട് വന്ന ഉദ്യോഗസ്ഥനെ നൽകിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ജില്ലാ പോലീസ് ഓഫീസിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മൾ ഗത്യന്തരമില്ലാതെ കാസർഗോഡ് ജില്ലാ പോലീസ് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം കിടക്കാൻ വേണ്ടി നമ്മൾ നോട്ടീസ് അടിച്ചു. 2008 ഡിസംബർ 16 തീയതി കാസർഗോഡ് ജില്ലാ പോലീസ് ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ ആനുകൂല്യങ്ങൾ നൽകിയതിനെ പ്രതിഷേധിച്ച് ഞങ്ങൾ സത്യാഗ്രഹം നടത്തുന്നു നോട്ടീസ് കൊടുത്തു. നമ്മൾ ഈ സംഘടന വന്നിട്ടില്ല എന്ന് കേട്ടോ. നമ്മൾ വീട്ടിലെ കുറച്ച് വിദഗ്ധന്മാർ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് എടുക്കുക. അതൊക്കെ എനിക്ക് അഭിമാനം തോന്നി. ഞാൻ ആ കളി കളിച്ചുകൊണ്ട് ഞാനടക്കം വാങ്ങി. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഏതാണ്ട് 15 കൊല്ലം കാസർഗോഡ് കോളേജിൽ തന്നെ ആയിരുന്നുകൊണ്ട് 2,38,000 നമ്മൾ ഉറപ്പിയായി വാങ്ങി. ആ 6 ഉത്തരവ് ഗവൺമെൻറ് ജിയോ ആണ്. കാരണം ഇത് കലാലയത്തിൽ കാലഹരണപ്പെട്ടപ്പോൾ അത് ഗവൺമെൻറ് പോയി ഞാൻ വാങ്ങിയത്. അപ്പോൾ ആ കളി കളിച്ചതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം തന്നെ ഈ നിയമാനുസരണം നമ്മൾ യാത്രാ പത്രം ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ കാര്യമാണ്. എന്തായാലും വേണ്ടി അവിടെ ഓഫീസിലേക്ക് കള്ളു കുടിക്കുന്ന ഒരു കള്ളുകുടിയുടെ ഓഫീസ് കേരളത്തിലെ പുതിയ പോലീസ് എക്സാമിലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 1/3/2019 ഇപ്പോൾ അതിന് പ്രാബല്യം കൊടുത്തിരിക്കുന്നത്. ആ പ്രാബല്യത്തിൽ KT ആക്ട് 104 എന്ന് പറഞ്ഞ സെക്ഷൻ അതിനകത്ത് 104D അതിൽ പറയുന്നത് റിട്ടയർ ചെയ്യപ്പെട്ടവരുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക സുരക്ഷ വാക്കാണ്. ചെറിയ കുറച്ച് ക്ലോസ് D എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്തവരുടെ സാമ്പത്തിക സുരക്ഷ. അത് ആര് ചെയ്യണമെന്നോ ആര് നൽകണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒരു നിർദ്ദേശം അതിനകത്തില്ല. എന്നാൽ നമ്മളത് സംഘടന ഏറ്റെടുത്തു. 2022 ജൂൺ 24 നമ്മൾ പുതിയ വാരായങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ 2 കത്ത് കൊടുത്തു ഗവൺമെൻറ് DGP. ഇതനുസരിച്ചുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുക. അത് വേണ്ടത് എന്താണ് പറഞ്ഞത്? സർവീസിലേക്കുണ്ടായ അച്ചടക്ക നടപടികളുടെ ഫലമായി 2-3 ഇൻക്രിമെന്റ് നഷ്ടപ്പെട്ട അവർക്ക് ഒരു പൊതുമാപ്പ് നൽകിക്കൊണ്ട് അത് പ്രസ്താവിച്ചു നിരസിച്ചു തിരിച്ചു വന്നു. നമ്മളത് ഒരു ഭീമഹർജി ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പിൽ കൊടുത്തു. മുഖ്യമന്ത്രി കൊടുത്തു 2023 മാർച്ച് മാസം മുഖ്യമന്ത്രി കൊടുത്തു. അദ്ദേഹം അത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. അവർ മറുപടി തോന്നി പരിഗണിക്കാൻ ഇന്ന കാലങ്ങളെ പരിഗണിക്കാൻ നോക്കിയില്ല. അത് ആ ആവശ്യങ്ങൾ കൊണ്ടുവന്നു. നമ്മളവിടെ നിന്നില്ല. നമ്മൾ പിന്നെയും കളിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് ഒരു പക്ഷേ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2023 ജൂലൈ 26 സെക്രട്ടറി വാർഷിലേക്ക് ഒരു മാർച്ച് നടത്തി. പക്ഷേ അതോടുകൂടി നമ്മുടെ അഡ്രസ്സ് ഇപ്പോൾ സന്ദർഭം കാര്യം പറയട്ടെ. റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മരണാനന്തര സഹായത്തിന് കേരള വെൽഫെയർ ബ്യൂറോയിൽ നിന്ന് 5,000 രൂപ വിധിച്ചിരിക്കുന്നു. 24/11/2026 25 കഴിഞ്ഞ വെൽഫെയർ ബ്യൂറോ യോഗത്തിൽ വെച്ചാൽ അതിൽ ബഹുമാനപ്പെട്ട DGP വെൽഫെയർ ബ്യൂറോ യോഗം. അവിടെ എനിക്ക് സങ്കടകരമായ ഒരു വിഷയം എൻ്റെ സുഹൃത്തുക്കൾ പറയാനുള്ളത്. നമ്മുടെ പോലീസ് അസോസിയേഷൻ ഞാൻ നമ്മൾ പല ആളുണ്ട് പ്രായാധികം കൊണ്ട് നടക്കാൻ പറ്റും രോഗബാധിതരാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇതൊക്കെ കൊടുക്കുന്നതായിരുന്നു നമ്മുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഏതായാലും സന്തോഷമുള്ള കാര്യമാണ്. ഇതുവരെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും ഒരു പക്ഷേ നാളെ എത്താവുന്ന ആ പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് എത്തി. അത് മൂടിക്കളിച്ചായിരുന്നു. ഏതായാലും ഞാൻ കഴിഞ്ഞ 18-ാം തീയതി 19-ാം തീയതി തിരുവനന്തപുരം പോയി ആ ഫയലൊക്കെ ഏറ്റെടുത്തിട്ട് അത് അംഗീകരിച്ച് പല കാലത്തും നമ്മുടെ നാട്ടുകാരനാണ് അവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാ സഹായം ഓഫർ ചെയ്തിട്ടുണ്ട്. പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് പോയിരിക്കുക. ഒരു പക്ഷേ ഇങ്ങനെ മാറി നമ്മൾ ഈ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുള്ള പരിഹാരം കാണാൻ മാർഗ്ഗങ്ങൾ എന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തേ മതിയുള്ളൂ. പിന്നെ സംഘടന അംഗങ്ങൾക്ക് എത്ര എത്തിയിരിക്കുന്നു നമ്മളുടെ പോലീസ് സേനയിലെ രഹസ്യാന്വേഷണ വിഭാഗവും IB എന്ന് പറഞ്ഞ വിഭാഗവും അന്വേഷിച്ച് നമ്മളുടെ സ്ട്രെങ്ത്തും ആ കൂടിച്ചേരലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടിച്ചേർന്നേ മതിയാവും. നമ്മൾ ഒരു അംഗങ്ങളായാൽ പോരാ, ആൾക്കൂട്ടമായാൽ പോരാ, സംഘടനയാവണം. അവിടെ ഞങ്ങൾക്ക് ചില കർക്കശങ്ങൾ വരുന്നത്. സംഘടന നേതാക്കൾ തന്നെ ഞങ്ങൾ കർക്കശം കാണിക്കും. ആളുടെ മുഖം നോക്കൂല. ഇതിനകത്ത് ഒതുങ്ങി നിന്നില്ല നിൽക്കാത്ത ആൾക്കാരുടെ അസുഖം നിങ്ങളൊരു പങ്കമാണ്. ആ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ
രണ്ടേകാലെന്ന് കൽപ്പിച്ചു രണ്ടേകാലത്ത് തയ്യനും ഉണ്ടോ കാലെന്ന് പണ്ടാല ഉണ്ടിൽ നിന്ന് ഇത്ര നേരം. ഒരു കവിതയുണ്ടായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ. കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ രാജാവ് രാസചാരം കഴിയുന്ന കാലത്ത് അദ്ദേഹത്തിനായിട്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ കൊടുക്കും. രണ്ടേകാലം അരി കൊടുക്കും, അതിന് കോപ്പും കൊടുക്കും. അപ്പോൾ എപ്പോഴായാലും ഭക്ഷണം കിട്ടി വൈകുന്നതുകൊണ്ട് രാജാവ് പറഞ്ഞു എനിക്ക് രണ്ടേകാലം അരി കൽപ്പിച്ചിട്ട് മേടിച്ചോളാം. അപ്പം അത് വാങ്ങാൻ പോയപ്പോൾ അവിടുത്തെ മറ്റേ സ്റ്റോർ കീപ്പർ ചോദിച്ചു എന്തിനാണോ നീ കൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടിയാൽ പോലെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കിട്ടുമെന്നുള്ള ഉറപ്പിൽ ഇത് അവിടെ വേണ്ട സറണ്ടർ ചെയ്തു. അവസാനം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് കിട്ടുന്ന ഭക്ഷണം കിട്ടാതെ കുഞ്ചൻ നമ്പ്യാർ രാജാവ് ചോദിച്ചു ഭക്ഷണം കഴിച്ചു വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, രണ്ടേകാലെന്ന് കൽപ്പിച്ചു രണ്ടേകാലം തയ്യനും ഉണ്ടോ കാലെന്ന് പണ്ടാല ഉണ്ടിൽ നിന്ന് ഇത്ര നേരവും. തുറന്നു പറയാൻ അടിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഈ മെഡിസിപ്പിൻ്റെ പേരിൽ അങ്ങനെ സങ്കടപ്പെട്ട് കഴിയും. ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. 1/7/2017 മെഡിസിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ജിയോ 54 പ്രഖ്യാപിച്ചു. അതായത് ജീവനക്കാർക്ക് മെഡിസിപ്പ് വരുന്നു പദ്ധതികൾ വരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മലയാണ് വരുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനത് വളരെ ഇതായിട്ട് പറയുക, പഞ്ചാബ് നാഷണൽ ബാങ്കിന് അന്ന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ജീവന പെൻഷനായ ആളുകൾക്ക് പ്രായമുള്ള ആളുകൾക്ക് ഏർപ്പെടുത്തുന്ന സ്കീം. പയ്യന്നൂർ പോയി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു ഭാരവാഹികളെ കണ്ട് ഇത് എങ്ങനെ ആളെ ചേർക്കുന്നത് സ്ഥിതി എന്താണെന്നൊക്കെ പറഞ്ഞു പണി പ്രഖ്യാപനം വരുന്നത് മെഡിസിപ്പ് വന്നത്. ഇത് കിട്ടുന്നതിന് മുമ്പ് വേണ്ടി ഇയാൾ പന്നിയെ കണ്ട പോലെ എല്ലാം എടുത്തിയാണ് അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ അത് കിട്ടാൻ പ്രഖ്യാപനം വരാൻ 1/7/2022 വരെ പിന്നെ ഈ 5 കൊല്ലം കത്തി. 2017 മുതൽ 2022 വരെ മെഡിസിപ്പ് വന്നില്ല. 2022 വന്ന മെഡിസിപ്പ് പരിശോധിച്ച് നോക്കിയപ്പോൾ എലിയെ പ്രസവിച്ചു വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. പക്ഷേ ഇതിന് കൂടിയ ആൾക്കാർക്കെല്ലാം എത്ര പേർക്ക് മെഡിസിപ്പിൻ്റെ ആനുകൂല്യം കിട്ടി? നമ്മളങ്ങോട്ട് നൽകാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ പൈസ റിക്കവറി 500 രൂപ 500 രൂപ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അലവൻസ് സർക്കാർ പിടിക്കുകയും നമുക്ക് ആനുകൂല്യം നൽകാതിരിക്കും. കിട്ടിയവർക്കൊക്കെ ഇപ്പോഴും പരാതിയില്ലാതെ കാസർഗോഡും ഉണ്ട്. എന്നാൽ നമ്മൾ അവരോടൊക്കെ സമരസപ്പെട്ട് പറഞ്ഞ് അതിന് മറ്റേ കമ്മിറ്റി ഉണ്ട്, മൂന്നാമത്തെ കമ്മിറ്റി ഉണ്ട്, അവിടെ അപ്പീൽ ചെയ്യും, ഇവിടെ അപ്പീൽ ചെയ്യുക പൈസ കിട്ടുന്നു. എന്നാൽ നമ്മളത് സംബന്ധിച്ചൊരു വിവരാവകാശ നിയമം കൊടുക്കുക. എന്താണെന്ന് അറിയാം, ഗവൺമെൻറ്റും ഓറിയൻ്റ് ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ മെഡിസിപ്പ് നിർമ്മാണത്തെ സംബന്ധിച്ച് ഒരു എഗ്രിമെൻറ്റ് ഒപ്പിച്ചു. ആ എഗ്രിമെൻ്റ് അടിസ്ഥാനത്താണ് നമ്മൾ ഫണ്ട് പിരിക്കുന്നു, ഗവൺമെൻറ് ആ ഫണ്ട് പിന്നെ കമ്പനിക്ക് കൊടുക്കുന്നു, നടപടികളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ ആ വിവരാവകാശം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ തന്നു, ഈ എഗ്രിമെൻറ്റിൻ്റെ പ്രധാന പകർപ്പ് തരാമെന്ന് പറഞ്ഞില്ല. കാരണം നിങ്ങൾക്ക് അതായത് നമ്മുടെ സംഘടനയ്ക്ക് പൊതു താല്പര്യമില്ലാത്തതുകൊണ്ട് നിലനിർത്തിയില്ലാത്തതുകൊണ്ട് നടത്തുന്നത്. ഞാൻ അവിടെ നിന്നില്ല, ഞാൻ അതിൻ്റെ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തപ്പോൾ അപ്പീൽ കമ്മിറ്റീൻ്റെ അടുത്ത് ഇത് പരിശോധിച്ചു. അപ്പീൽ കമ്മിറ്റി പറഞ്ഞു ഇത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം ഇതിൽ ഇന്ന നിയമപ്രകാരം ഒരു നിയമം വകുപ്പ് പറഞ്ഞു, ആ വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് തരാൻ പാടില്ല. കാരണം ഇതിൽ വ്യാപാര രഹസ്യങ്ങൾ, അതായത് ഓറിയൻ്റ് ഇൻഷുറൻസ് കമ്പനി കേരള ഗവൺമെൻറ് തമ്മിൽ നമ്മളിൽ നിന്ന് പൈസ വാങ്ങി മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമിലേക്ക് വേണ്ടി അടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന സേവനത്തിൻ്റെ പുറത്തുണ്ടാകുന്ന വ്യാപാര രഹസ്യങ്ങളും പുറത്തു പോകുന്നതിനാണ് ഞാൻ നടത്തിയിരുന്നത്. ഞാൻ അതിൽ അവിടെ നിന്നില്ല. ഞാൻ വിവരാവകാശ കമ്മീഷണർ കത്തയച്ചു. അങ്ങനെ വിവരാവകാശ കമ്മീഷണർ 2024 സെപ്റ്റംബർ 25 തിരുവനന്തപുരത്ത് നമ്മളൊരു ഹിയറിംഗ് വെച്ചു. അവിടെ വെച്ച് എനിക്ക് അദ്ദേഹം തെളിയിച്ചു. മുമ്പിൽ വെച്ചാൽ പറഞ്ഞ് ഇപ്പോൾ കൊടുത്താൽ 523 പേജാണ് കേരള ഗവൺമെൻറ്റും ഓറിയൻ്റ് ഇൻഷുറൻസ് കമ്പനി തമ്മിൽ ഒപ്പുവെച്ച എഗ്രിമെൻറ്റിൻ്റെ ദൂരം അല്ല പേജുകൾ നീളം. അപ്പോൾ ഇത്രയും പകർപ്പെടുക്കണമെങ്കിൽ 1200 രൂപ സർക്കാരിലേക്ക് അടക്കണം. അപ്പോൾ കമ്മീഷൻ പറഞ്ഞു ഇപ്പോൾ കമ്മീഷൻ ഉത്തരപ്രകാരം നിങ്ങൾ കൊടുക്കുക, മുമ്പ് നിങ്ങൾ കൊടുത്തത് ആ പൈസ നിങ്ങൾക്ക് വാങ്ങാമായിരുന്നു, ഞാൻ ഓഫർ ചെയ്തു, ഞാൻ ആ പൈസ അടച്ചോളാം. കമ്മീഷൻ പറയാൻ പറ്റില്ല. ഏതായാലും ആ 523 പേജ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഇമെയിലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ പകർപ്പെടുത്തി പരിശോധിച്ചു. ഇതിനകത്ത് കാതലായ പ്രശ്നം എന്താ പറയുക, ഈ സംഭവത്തിന് കുറച്ച് ദിവസം മുമ്പ് കേരള നിയമസഭയിൽ ഒരു MLA ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ആ MLAക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി കൊടുത്ത മറുപടി മെഡിസിപ്പ് എഗ്രിമെൻറ്റ് പുറത്ത് വിടാൻ സാധ്യതയില്ല, നിയമസഭയിൽ വെക്കാൻ സാധ്യതയില്ല. ആ എഗ്രിമെൻറ്റ് 523 പേജിലെ എഗ്രിമെൻറ്റ് കല്ലറ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ സെക്രട്ടറിക്ക് ജനറൽ സെക്രട്ടറിക്ക് തിരിച്ചു. നമ്മളതിന് ഭാഗത്ത് വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് പാരയായി വരുന്നത് ഭാഗത്ത് ഒന്നേ ഉള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റാണ്. ഈ വൈകിയ വേളയിൽ സംഘടനയെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്തതായി നമ്മൾ ബേക്കൽ യൂണിറ്റ് സമ്മേളനം 3-ാം തീയതിയാണ് വെച്ചിരുന്നത്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് അന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് ഇത് താൽക്കാലികമായി മാറ്റിയാലോ എന്നുള്ള ഒരു ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതാണ്.
ഞങ്ങളുടെ സമ്മേളനം കൂടി വിജയിപ്പിക്കണമെന്നുള്ള അപേക്ഷയുണ്ട്. പ്രത്യേകിച്ചിട്ട് യൂണിറ്റ് കാസർഗോഡ് യൂണിറ്റിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഔപചാരികമായി യൂണിറ്റ് മീറ്റിങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയായി നമ്മൾ തന്നെ കാസർഗോഡ് യൂണിറ്റ് തന്നെ ഇത് തുടങ്ങി വെച്ചതെന്നതിൽ ഇവിടുത്തെ ഓരോ പ്രവർത്തകർക്കും അഭിമാനിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പരിപാടി വളരെ നന്നാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിലും എത്രയോ മെമ്പർമാർ കൂടേണ്ടതായിരുന്നു. എന്തോ ചില കാരണങ്ങളാൽ മുഴുവൻ ആളുകളെയും കാണാൻ കഴിയുന്നില്ല. അതൊരു വ്യസനമുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഓരോ മെമ്പർമാരും ഒന്നുകിൽ കൂടെ ജോലി ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ മറ്റു പോലീസ് സ്റ്റേഷനിലുള്ള ജോലി ചെയ്തിട്ടുള്ളവരുമായ നമ്മുടെ പ്രവർത്തകരെ കാണാൻ കൂടി കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. അത് നേരത്തെ കല്ലറ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇത്തരം സംഗമങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ആനന്ദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരെയും ഒന്നിച്ച് കാണുക എന്നുള്ളതും അവരുമായി അന്യോന്യം നമ്മുടെ സൗഹാർദ്ദം പങ്കുവെക്കുക എന്നുള്ളതുമാണ്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഇവിടെ ബോർവെൽ അടിച്ചു കഴിഞ്ഞു, കല്ലിറക്കി. ഇനി ഈ മാസം തന്നെ അതിൻ്റെ വെള്ളിങ് ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ ഫണ്ടിൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. വിചാരിച്ച പോലെ അങ്ങ് പോകുന്നില്ല. എന്നിരുന്നാലും രാവും പകലും നമ്മുടെ കാസർഗോഡ് യൂണിറ്റിൻ്റെ ആൾക്കാരെല്ലാം ശ്രമിക്കുന്നുണ്ട്. അത് മതിയാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള യൂണിറ്റുകാർക്ക് ചില സഹായത്തിന് ആവശ്യപ്പെടും. അങ്ങനൊരു അവസ്ഥ വന്നാൽ മാത്രം ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ മനസ്സറിഞ്ഞ് എല്ലാവരും കൂടി സഹായിച്ചാൽ നമുക്ക് കേരള സംസ്ഥാനത്ത് ആദ്യം ഒരു ബിൽഡിങ് കാസർഗോഡിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിലും ഈ കൊല്ലത്തിൽ തന്നെ ആ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ചെയ്ത് നമ്മുടെ കാസർഗോഡ് യൂണിറ്റിനെ ഏൽപ്പിക്കണമെന്നുള്ള വളരെ ഒരു മനസ്സിന് ഒരാശയമുണ്ട്. അതിന് നിങ്ങളെല്ലാവരും സഹായം വേണം. ബാക്കിയുള്ള എല്ലാ ആശംസ പ്രസംഗങ്ങളും നടത്തിയവർക്കും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശംസകളും സമർപ്പിക്കുന്നു. നിങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുള്ള ചെറിയൊരു അവസരം കൂടി ഞാൻ എടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ +73. അപ്പം അതിലും പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇതൊക്കെ ഏറെക്കുറെ ഓഫീസേഴ്സ് എന്നതിലുപരി സബോർഡിനേറ്റ്സ് ആയി വർക്ക് ചെയ്തവരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമലിൽ കയറി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊരു ബോധ്യം അന്നുമുണ്ട് ഇന്നുമുണ്ട്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും മേൽവിലാസം ആർക്കെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ എനിക്ക് ധർമ്മവാൻ ഡിസൈനൊക്കെ എപ്പോഴും ഓർമ്മ വരും. അവർ സ്പിരിറ്റ് വേട്ടയ്ക്ക് പോയപ്പോൾ ഉള്ള കഥ ഇപ്പോഴും അതെപ്പോഴും ഒരു ഓർമ്മയാണ്. ഞാൻ വാഹനം വണ്ടി ഓടിക്കാൻ പഠിച്ചു വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഫേസ് ടു ഫേസ് ഒരു കാറുമായിട്ട് ഇടിച്ചപ്പോൾ ഞങ്ങളുടെ വണ്ടി ഒരു കുഴിയിലേക്ക് പോയി. ഞാൻ പോയിട്ട് റേസിലെടുത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ധർമ്മവാലൻ എസ് ഐ പറഞ്ഞു, എനിക്ക് സാറേ ഒന്ന് നിർത്തുന്നുണ്ടോ? അതൊരു അലർച്ചയായിരുന്നു, റിക്വസ്റ്റ് അല്ല, ഒരു കരച്ചിലായിരുന്നു. പിന്നെ എനിക്കൊരു 2 മക്കളുടെ മുഖമാണ് സാറേ ഓർമ്മ വരുന്നത്. നിങ്ങളൊന്ന് നിർത്ത് സാറേ. അന്ന് ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ പല ആൾക്കാരുടെയും വിയർപ്പും രക്തവും വേണ്ടിട്ടും കുടുംബ ബന്ധങ്ങൾ അകന്നു നിന്നിട്ടുമാണ് എല്ലാവരും ഈ ഡിപ്പാർട്ട്മെന്റിന് വലിയ മേൽവിലാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ മുന്നിലും പറകിലും ഇരിക്കുന്നവരൊക്കെ വളരെ
പ്രഗത്ഭമതികളായ ആളുകളാണ്. കലറ ബാലകൃഷ്ണൻ അവരൊക്കെ ഒരു ഡയറക്ടർ സബ് ഇൻസ്പെക്ടറെ ഊർജ്ജസ്വലതയാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായിട്ട് പോയത്. ശരിക്കും ഒരു പോരാളി ആയിട്ട്. പോരാളികൾ മരണം വരെ പോരാളിയായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അവരുടെയൊക്കെ പ്രവർത്തന മണ്ഡലങ്ങൾ. ഗഫൂർ സാർ, അതുപോലെ തന്നെ പ്രകാശൻ സാർ പിന്നെ സമരത്തെ ഇല്ലാതാക്കി പോലീസും ജനങ്ങളും തമ്മിൽ സംഘർഷമാക്കി മാറ്റുന്നതിൽ വിജയിച്ച ഏറ്റവും വലിയ ഓഫീസറാണ് ഗഫൂർ സാർ. അതൊരു തന്ത്രം കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജനങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് പോലീസിനെതിരെ തിരിച്ചിട്ട് പോലീസിനായിട്ട് അത്തിച്ചാർജും അടിയടി കൊടുത്ത് റീലും വിളിച്ചു കഴിഞ്ഞാൽ അതിന് പോലീസിനെതിരെയുള്ള സമരമായി ജനങ്ങൾ ഒന്നിക്കുന്ന കാര്യങ്ങൾ. ഇത്രയ്ക്ക് അവസാന സമയം പോലും ഗഫൂർ സാറുടെ അഡ്മിനിസ്ട്രേഷൻ DYSP ആയിരിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇരുന്ന മോഹന പദവി അതാണ് അഡീഷണൽ SP എന്ന് പറയുന്നത്. ആ പദവി ഇരിക്കുമ്പോഴും ഈ ഓൾഡ് ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ വന്ന് പിന്നെ നമ്മുടെ പെരുന്നാൾ തലേന്നൊക്കെ കാണിക്കുന്ന ലാത്തിച്ചാർജും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ മരിക്കാതെ നിൽക്കുന്ന ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ ഈ ജില്ലയിൽ നിന്നും ഒരുപാട് ആളെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള പല ആളുകളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. നിങ്ങളെയൊക്കെ ഒന്ന് ഒത്തു കാണുക എന്ന് ഏറ്റവും വെക്കുന്നത്. അപ്പോൾ പഴയ നമ്മളെ റീഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഒരുപാട് നമ്മൾ പിറകിലോട്ട് പോകേണ്ടി വന്നു. വെളിച്ചപ്പ് ദുരന്തമുള്ളതുകൊണ്ട് തന്നെ നമ്മളതിനെ പിന്നെ വേറെ ആരും മറ്റ് ഇൻഷുറൻസിനെ നോക്കുന്നില്ല എന്നതും സത്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇറങ്ങിപ്പോകുമ്പോൾ ആട്ടി ഇറക്കപ്പെടുന്ന സാഹചര്യമാണ്. കാരണം കെയർപ്ലസിന്റെ ഒക്കെ ഭംഗിയായ പിന്നെ ആനുകൂല്യങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചവരാണ്. ആ കെയർപ്ലസ് ഉള്ള പോലീസുകാർക്കൊക്കെ ഇപ്പോൾ ഇവിടുന്ന് മെഡിസപ്പിന്റെ ഒരു ലിസ്റ്റ് കൊടുത്താൽ അതിനൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എഴുതി കൊടുത്താൽ അവർക്ക് ബാക്കി വരുന്ന എമൗണ്ട് അവർക്ക് കംപ്ലീറ്റ് പിന്നെ ഡബിൾ ഇൻഷുറൻസ് ആണെങ്കിലും അങ്ങനെ ഒരു കാര്യം കെയർപ്ലസിന്റെ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഞങ്ങൾ ഇറങ്ങി പോവുകയാണ്. നമ്മൾ A ക്ലാസ് മെമ്പർമാരോ C ക്ലാസ് മെമ്പർമാരാകാൻ നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ഇല്ലാതെ പോവുകയാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആരും ഇല്ലാതെ പോവുകയാണ്. അപ്പൊ നമുക്ക് അതിനും നമുക്ക് പിന്നെ എവിടെ ഇപ്പം മെഡിസപ്പിൽ ഇറങ്ങുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും മാത്രവും ഇപ്പം പ്രായമുള്ള അച്ഛനും എന്ത് ചെയ്യും? അതിനൊക്കെ എവിടെ ഓപ്ഷൻ? എനിക്കൊക്കെ അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛനൊരു 4 വർഷം മുമ്പെയാണ് മരിച്ചത്. അപ്പൊ അവർക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് തൽക്കാലം ഭാഗ്യത്തിന് വേറൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയെങ്കിലും ഇതില്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് അച്ഛനും അമ്മയും നോക്കണ്ടേ? ഒരു പ്രായമുള്ള ആൾക്ക് ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള എത്ര എക്സ്പെൻസീവാണ്. ഗവൺമെന്റ് തലത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഈ വൃദ്ധ മാതാപിതാക്കന്മാരെയും ചേർക്കേണ്ടത് അനിവാര്യമായിരുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പലയിടത്തും പടിയിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സർവീസിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ആനുകൂല്യത്തിൽ നിന്നുമാണ് പടിയിറങ്ങി പോകുന്നത്. അപ്പം അതിനൊക്കെ പിന്നെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഹൻദാസ് സാർ വളരെ ഭംഗിയായി ഇതിന്റെ ബിൽഡിങ്ങിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ലാസ്റ്റ് തരും സാർ എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ തരും. നമ്മുടെ പ്രകാശ് DSP അദ്ദേഹം, നമ്മുടെ വേണുഗോപാലൻ, ശ്രീ PV വേണുഗോപാലൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, നന്ദി പറയുന്ന ശ്രീ സുരേന്ദ്രൻ ജില്ലാ യൂണിറ്റ് ട്രഷറർ, അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീ ജയരാജൻ അടക്കമുള്ള ഈ യോഗത്തിൽ പങ്കെടുത്ത കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ കരുത്തരായ അംഗങ്ങളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ കാസർഗോഡ് യൂണിറ്റിൽ നമ്മൾ 52 പേരാണ് മെമ്പർഷിപ്പ് ഉള്ളത്. 52 പേർ. അതിൽ 52 പേരിൽ 41 പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അത് കാസർഗോഡ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്നാണ് ആദ്യം തന്നെ വിലയിരുത്തേണ്ടത്. കാസർഗോഡ് യൂണിറ്റിൻ്റെ ഭാരവാഹികളുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്ന് വളരെ ചുരുക്കം അംഗങ്ങളുള്ള ഒരു യൂണിറ്റ് ആണെങ്കിലും 52 പേരിൽ 41 പേർ പങ്കെടുത്തു, 90% പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒന്നിച്ച് ജോലിയെടുത്ത ഈ മുമ്പിലിരിക്കുന്നവർ ഏകദേശം അംഗങ്ങളൊക്കെ ഞാൻ ഒന്നിച്ച് ജോലിയെടുത്തവരാണ്. അതുപോലെ തന്നെ ഇവിടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഓഫീസർമാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ ജോലിയെടുത്തവരാണ്.
വളരെ നല്ല അനുഭവങ്ങൾ ആ സമയത്തൊക്കെ നമുക്കുണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയെടുത്ത സമയത്ത് നമുക്ക് ഉണ്ടായി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളായ ആൾക്കാർ നമ്മളെ എല്ലാ കാര്യത്തിലും ഓരോ പോലീസ് സ്റ്റേഷനിൽ പണിയെടുക്കുമ്പോൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു തരികയും ഒക്കെ നമ്മൾക്ക് ചെയ്യുന്നൊരവസ്ഥയിലുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ 2011 ജനുവരി മാസം 18-ാം തീയതിയാണ് ഈ KSPPWയുടെ ഔപചാരികമായ ഉദ്ഘാടനം തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് നമ്മുടെ മുൻ DGP നമ്മുടെ ജേക്കബ് ബിന്നു സാർ നമ്മൾക്ക് ഉദ്ഘാടനം ചെയ്തു. അന്നു മുതൽ ഇന്നോളമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അന്നു മുതൽ ഇന്നോളമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾക്ക് എല്ലാവരും സജീവമായി പങ്കാളികളായിരുന്നു. അത് ആ സമയത്തൊക്കെ 2012 ഇത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് കാസർഗോഡ് ജില്ലയിലും അതിനു മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് സജീവമായി രംഗത്തേക്ക് വന്ന് 2012 ആ 2012 മുതൽ വർഷങ്ങളോളം അതിന് ജില്ലാ സെക്രട്ടറിയായി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കാസർഗോഡ് ജില്ലയിലുണ്ടായത്. 12 വർഷങ്ങളായി അദ്ദേഹം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാസർഗോഡ് യൂണിറ്റിന് സാധിച്ചു. ഈ യൂണിറ്റിൻ്റെ 2018 തുടങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട റിട്ടയർഡ് SP ശ്രീ P. രവീന്ദ്രൻ സാറാണ് അതിൻ്റെ പ്രസിഡന്റായിട്ട് മുന്നോട്ട് വന്നത്. തീർച്ചയായും ആ സമയത്തൊക്കെ വളരെ നല്ല പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹം പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് ഭാരവാഹികളിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ഗഫൂർ സാർ വന്നു. ഗഫൂർ സാറും എല്ലാ കാര്യത്തിലും മുൻപോട്ട് നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർന്ന് ഇപ്പോഴും ശ്രീധരൻ മുള്ളേരിയ വളരെ നല്ല രീതിയിൽ ഈ യൂണിറ്റിനെ കൊണ്ടുപോകുന്നു. അതിന് പൂർണ്ണമായി സഹകരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത് നടത്തിയിരുന്നു. ആ 15-ാം വാർഷികാഘോഷം തൃശ്ശൂരിൽ വെച്ച് നമ്മൾ നടത്തിയ സമയത്ത് ഈ സംസ്ഥാനത്ത് 10-30-ലധികം പേർ ഇത്തരത്തിൽ വിജയിച്ചവരുണ്ട്. ആ വിജയിച്ചവരിൽ കാസർഗോഡ് ജില്ലയിലെ അവർക്കൊക്കെ ആദരവ് നടത്തുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിലെ അബ്ദുറഹിമാനെയും ശ്രീധരൻ SIയെയും നമ്മൾ ആദരിച്ചിരുന്നു. വളരെ നല്ല പരിപാടിയായിട്ടാണ് 18-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് മോത്തി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയത്തിൽ പോകുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ ആർക്കും പ്രവർത്തിക്കുന്നതൊന്നുമില്ല. പക്ഷേ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ നമ്മുടെ സംഘടനയിലുണ്ട്, കാസർഗോഡുമുണ്ട്. എല്ലാ യൂണിറ്റുകളിലും കൃത്യമായി പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം അവരുടെ മനസ്സിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാൽ ആ അസുഖം വന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ യൂണിറ്റ് കമ്മിറ്റികളും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികളും ഒക്കെ നമ്മൾ പോയി കാണുകയും അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ പിരിവ് നടത്തിക്കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ പിരിവ് നടത്തിക്കൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര ചെറിയ ഏകദേശം കുറച്ച് പൈസ കഴിയുന്നത്ര പൈസ നമ്മൾ സഹായിക്കാറുണ്ട്. കഴിയുന്നതും അത് യൂണിറ്റ് കമ്മിറ്റികൾ പറഞ്ഞാൽ മാത്രമേ സഹായിക്കാറുള്ളൂ. യൂണിറ്റ് കമ്മിറ്റികൾ ഇന്നാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന് സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും സ്വാതന്ത്ര്യ ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന ഒരു സ്ഥിതി ഇതുവരെ നമ്മൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ വർഷങ്ങളിലും 2 വർഷം കൂടുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമ്മേളനങ്ങൾ നടക്കുകയും ഇന്ന് സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു റിട്ടേണിംഗ് ഓഫീസർ അദ്ദേഹമാണ് നമ്മുടെ AC ബാലകൃഷ്ണൻ സാർ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് റിട്ടേണിംഗ് ഓഫീസർ. അത് കൃത്യമായി SIമാർ പല പോലീസ് സ്റ്റേഷനിൽ പോയാൽ വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഞാനും കല്ലറയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പോകാറുണ്ട്. പോയിട്ട് കൃത്യമായി പറഞ്ഞിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ തെറ്റായി സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ക്ഷമ പറയിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തുറന്നു പറയും, ക്ഷമ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ടേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് ക്ഷമ പറയാൻ തയ്യാറായ പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മൾ ആ പ്രശ്നങ്ങളുണ്ടായ പോലീസ് റിട്ടയർഡായ പെൻഷനറോട് ക്ഷമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വല്ലാത്ത രീതിയിലുള്ള കുറേ ആൾക്കാർ ഇന്നുണ്ട്. പക്ഷേ ഒരു റിട്ടയർഡ് ആവുകയാണെന്നുള്ള ധാരണയിൽ കളിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഏതായാലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടണമെന്ന് നമ്മളെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടപെടാറുണ്ട്. പിന്നീട് നമ്മൾ ഈ ഇപ്പം മുമ്പിലിരിക്കുന്നവരെല്ലാം കൃഷ്ണനായക് അടക്കം ഫാമിലി അടക്കം വന്നിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ കാര്യത്തിലും ഒരു അർത്ഥാണിയാണ്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിലൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ സംസ്ഥാന കമ്മിറ്റി നടന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി എന്നത് നമ്മുടെ ജില്ലയിലുള്ള ശ്രീ ബാലകൃഷ്ണൻ സാറാണ്. ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് പോയ സമയത്ത്
ഞാൻ തലേന്നാൾ രാത്രി അവിടെ എത്തിയപ്പോൾ അദ്ദേഹം റൂമിൽ നേരത്തെ രാവിലെ പ്രശ്നം പരിഹരിച്ചത് ടിക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രശ്നം അടുത്ത പോകേണ്ടത് അവിടെ ടിക്ക് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രാത്രി നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് ആയിരം കുറച്ചും കൂടി കിട്ടട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി മുമ്പിലെത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ നല്ല യൂണിറ്റുകാർക്ക് നല്ലൊരു സമയമാണ്. ഇപ്പോൾ യൂണിറ്റിനെ സംബന്ധിച്ച് ഇവരുടെ ഇതിൻ്റെ സാരഥികളും ഇതിൻ്റെ പ്രവർത്തകരും വളരെ നല്ല രീതിയിൽ ഒരു ഒത്തൊരുമയോട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ വിജയം കാണുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ കാസർഗോഡ് ജില്ലയുടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇപ്പം മറ്റു യൂണിറ്റിലൊക്കെ ശേഷം ജില്ലാ സമ്മേളനം കൂടി വരുന്നതാണ്. വളരെയധികം വലിയൊരു കാര്യമായി നമ്മൾ കാണുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലാ കമ്മിറ്റിയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ മഹാമനസ്സ് എന്നത് ഒരാളും എത്രയോ കഴിവില്ല ആൾക്കാർ കാര്യങ്ങളൊക്കെ നമ്മളിൽ എല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കാസർഗോഡ് യൂണിറ്റിന് വേണ്ടി ഒരു 4 സെന്റ് സ്ഥലം അദ്ദേഹം തരിക എന്ന് പറഞ്ഞാൽ സ്വമനസാലെ അദ്ദേഹം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഞാനൊരു ദിവസം ഹിന്ദു ജ്വല്ലറിന്റെ മുകളിലേക്ക് കയറി പോയി. താഴെ ഒരു അറ്റൻഡർ ഉണ്ട്, അപ്പോൾ ആ മുകളിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പോയ സമയത്ത് ഫാനില്ല, കാര്യമില്ല, ഒന്നുമില്ല. ഫാനൊന്നും ഇല്ലാതാണ് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നി എന്ത് തന്നെയായാലും അസോസിയേഷനൊരു ഓഫീസ് വേണം. അങ്ങനെ ഓഫീസ് വേണം എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം സ്വമനസാലെ 4 സെന്റ് സ്ഥലം 4.17 സെന്റ് സ്ഥലം അദ്ദേഹം കൊടുക്കുകയും അത് കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 ജൂലൈ മാസത്തിലാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. ഏതായാലും രജിസ്റ്റർ കൊടുത്തത് നമ്മൾ ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കില്ല. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫീസ് നമ്മുടെ ജില്ലാ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ജില്ലാ കമ്മിറ്റിക്കല്ലെങ്കിലും ആ യൂണിറ്റ് കമ്മിറ്റിയിലായാലും നമുക്ക് വന്നാൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ 4 സെന്റ് സ്ഥലത്ത് ഒരു ബിൽഡിംഗ് കെട്ടിയാൽ ഇത്തരത്തിലുള്ള പരിപാടികൾ പോലും അവിടെ നടത്താൻ വേണ്ടി സാധിക്കും. നമ്മൾക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ശ്രീകണ്ഠാപുരത്ത് ഒരു ഓഫീസ് യൂണിറ്റിനുണ്ട്. അതും സ്വന്തം തന്നെ അത് സൗജന്യമായി കൊടുത്തല്ല, പിരിവ് നടത്തി നമ്മുടെ അസോസിയേഷൻകാർ ചെയ്ത അവർക്ക് ഇരട്ടിയിലുണ്ട് രണ്ടാമത്തത്. അതുകൂടാതെ ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം നമ്മളൊക്കെ എറണാകുളം റൂറലിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്സ്റ്റെയർ എടുത്ത് നല്ല ബിൽഡിങ്ങാണ്, മീറ്റിങ്ങെല്ലാം കൂടാൻ പറ്റുന്ന ഒരു മീറ്റിംഗാണ്. ഇവിടുന്ന് സ്വന്തമായി ആസ്ഥാനം നമ്മുടെ ജില്ലാ കമ്മിറ്റിക്ക് എറണാകുളം റൂറലിൽ ശരിയാക്കിയിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ നമ്മൾ സ്വന്തമായിട്ട് അത് കാര്യം അദ്ദേഹം തന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി തന്നെ ഭാരവാഹികൾ ചെയ്യുന്നുണ്ട്. പല പിരിവുകളും നടത്തിയതായിട്ട് അംഗങ്ങളിൽ നിന്ന് അതിൻ്റെ കോൺട്രിബ്യൂഷൻ വാങ്ങിയത് നമ്മൾ കണ്ടിരുന്നു. എല്ലാവരും കൊടുത്തിട്ടുണ്ട്, മാക്സിമം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അതൊന്നും പോരാ, കുറേ പൈസ വേണ്ടി വരും. തീർച്ചയായും അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ല ഈ യൂണിറ്റ് മാത്രം പോരാ, മറ്റുള്ള യൂണിറ്റുകൾ സഹായിക്കണമെന്നുള്ളൊരു ധ്വനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ട് തീർച്ചയായും അത്തരത്തിലുള്ളൊരു ആവശ്യം വന്നാൽ തീർച്ചയായും ജില്ലാ കമ്മിറ്റിയെ ബന്ധപ്പെട്ടാൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ എല്ലാ 6 യൂണിറ്റുകളിലും വിവരം കൊടുത്തുകൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന് നമ്മൾ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ശ്രീധർ സാർ, ഇതിന്റെ ഉദ്ഘാടകൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലട ബാലകൃഷ്ണൻ സാർ, രീതിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, സദസ്സിന് മുമ്പിലിരിക്കുന്ന പ്രവർത്തകരെ, നമ്മളിവിടെ ഈ യൂണിറ്റ് തുടങ്ങിയ സമയത്ത് ഹിന്ദു ഓഡിറ്റോറിയത്തിനെ പറ്റിയുള്ള വലിയ പ്രതിപാദനം ഇപ്പോൾ ഫസ്റ്റിലും ലാസ്റ്റിലുമായിട്ട് കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോലീസിലുണ്ടാവുന്ന സമയത്ത് നമ്മൾ റോഡിലും പുഴയിലും മണ്ണിലും എല്ലാം കിടന്നിട്ട് നമ്മൾ വന്നവരാണ്. നമുക്കിപ്പോൾ AC-യും ഫാനൊന്നും ഇല്ലെങ്കിലും നമ്മൾ ജോലി ചെയ്തിട്ട് വന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാം. നമുക്ക് അന്ന് ഒരു ഫ്രീ ആയിട്ടൊരു ഓഡിറ്റോറിയം കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് വേറെ എവിടെയും ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കിട്ടിയത് വളരെയധികം നല്ല രീതിയിലാണ് നമുക്കത് അനുഭവിച്ചു തന്ന അവരെ ആൾക്കാരോട് ഹിന്ദു ഓഡിറ്റോറിയത്തിൻ്റെ അവരെ കർണാടകരോടും അവരെ മക്കളോടും എനിക്കെല്ലാം വളരെയധികം കടപ്പാടുണ്ട്. അതിപ്പോൾ നമുക്ക് മുമ്പ് ആദ്യം നമ്മൾ ഈ സമ്മേളനം ആരംഭിച്ചത് തന്നെ കാസർഗോഡ് റെസ്റ്റ് ഹൗസിലായിരുന്നു. അത് ഒരു പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. പിന്നെ രണ്ടാമത് വന്ന സമയത്ത് അവരെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ പൈസ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ കൊടുക്കാൻ അന്ന് ആ സമയത്ത് നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഒരു 5 പൈസ നമ്മുടെ കയ്യിലില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അനുസ്മരണം നടത്തിയ ശ്രീ ഹരീഷ് ഷെട്ടി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ഹരീഷ് ഷെട്ടിക്കും ഈ യോഗത്തിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. സ്വാഗത പ്രസംഗൻ
യൂണിറ്റ് സെക്രട്ടറി ജയരാജ് സാറിന് ഈ സമ്മേളനത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കല്ലറ സാറിന് ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. മുഖ്യ വിശിഷ്ടാതിയായി വരാമെന്നേറ്റ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, സിറ്റി ഗോൾഡൻ ഡയമണ്ട്സ്. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക, എന്നിട്ട്
ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.